നമസ്കാരം. ഞാൻ ഡോക്ടർ മനു മാത്യു, കരുവഞ്ചാൽ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റാണ്. മാർച്ച് 24 നമ്മൾ ലോക ടി ബി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. 1882 റോബർട്ട് കോക്ക് ടി ബി എന്ന അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയനെ കണ്ടെത്തിയതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലായിട്ടും ടി ബി എന്ന അസുഖത്തോടുള്ള അവയർനെസ്സിന് ഒക്കെ പ്രചരിപ്പിക്കുന്നതിനുമായിട്ടാണ് നമ്മൾ ലോക ടി ബി ദിനമായിട്ട് മാർച്ച് 24 ആചരിക്കുന്നത്. ഇപ്പോൾ ഒരു ശ്വാസകോശ വിദഗ്ധൻ എന്ന രീതിയിൽ നമ്മൾ ടി ബി എന്ന അസുഖത്തെ നോക്കുമ്പോൾ ആകെ ഈ ലോകത്തിലുള്ള ടി ബി അസുഖങ്ങളിൽ ഏകദേശം 26% ഇന്ത്യയിലാണ് ഉള്ളത്. കേരളത്തിൽ ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ ടി ബിയുടെ തോത് കുറച്ച് കുറവാണ്. എങ്കിലും രണ്ടാഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ശരീരഭാരം കുറയുന്നു, കഫത്തിൽ രക്തത്തിന്റെ അവസ്ഥ, പനി, രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന വിയർപ്പ്, ഇങ്ങനെ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ടി ബിനെ സംശയിക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കഫ പരിശോധനകൾ നടത്തണം. അതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ആശുപത്രികളിലും അത് ലഭ്യമാണ്. അപ്പം കഫ പരിശോധന നടത്തി ഈ ടി ബി അസുഖമുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഒരു കാര്യമുള്ളത്, ടി ബിയുടെ ചികിത്സ നമ്മൾ പൂർണ്ണമായിട്ടും അത് 6 മാസം 9 മാസം എത്രയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അതുപോലെ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അസുഖം മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇടയ്ക്ക് നമ്മൾ നിർത്തരുത്. അത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചികിത്സ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യും. ഇപ്പോൾ കേരളത്തിലെ ടി ബിയുടെ അളവ് കുറവാണെങ്കിലും നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ, നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറയുന്ന അവസ്ഥകൾ വരുന്ന സമയത്ത്, അത് പ്രമേഹ രോഗമായിക്കോട്ടെ, അപ്പം ഈ ടി ബി വരാനുള്ള അസുഖങ്ങൾ വളരെ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഇനി ഒരു ടി ബി രോഗ വിദഗ്ധൻ എന്ന രീതിയിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ ടി ബി അഫക്റ്റ് ചെയ്യുന്നത് ശ്വാസകോശത്തെ മാത്രമല്ല, ശരീരത്തിലെ ഏത് അവയവങ്ങളെ വേണമെങ്കിലും അത് ബാധിക്കും. നമ്മുടെ ശരീരത്തിലുള്ള കഴലുകൾ, ലിംഫ് നോഡ്, പിന്നെ നമ്മുടെ അസ്ഥികൾ, സന്ധികൾ, വയറില്, നമ്മുടെ ജെനിറ്റൽ ഓർഗൻസിൽ, അങ്ങനെ തലച്ചോറിനെ കവർ ചെയ്യുന്ന മെനിഞ്ചസ് എന്ന് പറയുന്ന ആവരണത്തിൽ, അങ്ങനെ ശരീരത്തിന്റെ ഏത് ഭാഗത്തിൽ വേണമെങ്കിലും ടി ബി ബാധിക്കാം. അപ്പോൾ വിട്ട് മാറാതിരിക്കുന്ന കുറേ ദീർഘകാലമായിട്ടുണ്ടാകുന്ന വേദനകളോ നമ്മുടെ ബാക്കിയുള്ള രോഗലക്ഷണങ്ങളോ മുഴകളോ ഒക്കെ നമ്മൾ കാണിക്കുകയും ചികിത്സിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ടി ബി എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു ഡയഗ്നോസിസ് തന്നെയാണ്. അപ്പം ആ രീതിയിൽ നിന്ന് ടി ബി നമ്മളെ അഫക്റ്റ് ചെയ്യാം. അപ്പം ഈ കഫത്തിലൂടെ ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ടി ബി വളരെ എളുപ്പത്തിൽ പകരുമെങ്കിലും ഈ എക്സ്ട്രാ പൾമണറി ടി ബി, ശരീരത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ബാധിക്കുന്ന ടി ബി അത്ര പെട്ടെന്ന് പകരില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെന്ന് എക്സ്ട്രാ പൾമണറി ടി ബി സാധാരണ ഡയഗ്നോസ് ചെയ്യാൻ കുറച്ച് കാലതാമസം എടുക്കുകയും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ടി ബി എപ്പോഴും നമ്മുടെ ചുറ്റും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വരാവുന്ന ഒരാളാണ് എന്ന രീതിയിൽ അതിനർഹിക്കുന്ന ഗൗരവത്തോടു കൂടി നമ്മൾ കാണുകയും അതനുസരിച്ചിട്ട് ഉള്ള രോഗനിർണയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും രോഗം നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനാവശ്യമായ ചികിത്സ എടുക്കുകയും ചെയ്യണം. പിന്നെ ടി ബി രോഗം വന്നു എന്ന് വിചാരിച്ച് ആരെയും നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല. അവരോട് നമ്മൾ ചേർത്ത് പിടിക്കണം, കരുതലോടുകൂടി നമ്മളോട് ചേർത്ത് പിടിക്കുകയും ചെയ്യണം. അങ്ങനെ ഇപ്രാവശ്യത്തെ ലോക ടി ബി ദിനത്തിന്റെ സന്ദേശം തന്നെ യെസ് വി ക്യാൻ എൻഡ് ടി ബി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ അസുഖത്തിനെതിരെ നമുക്ക് പോരാടാം.